എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. പടവലങ്ങയും പരിപ്പും കൂടിയിട്ടുള്ള ഒരു തനി നാടൻ തോരൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 1/4 കപ്പ് സാമ്പാർ പരിപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. പരിപ്പ് നന്നായിട്ടൊന്ന് കുതിർന്നു വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പടവലങ്ങ കട്ട് ചെയ്തെടുക്കാം. ആദ്യം അതിൻ്റെ പുറത്തുള്ള പൂപ്പൽ പോലുള്ള സാധനം ഒന്ന് ചുരണ്ടി വൃത്തിയാക്കി എടുക്കാം. പിന്നീട് ഇതിൻ്റെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് അതിനുള്ളിലുള്ള കുരുവും പാടയൊക്കെ നീക്കി കളഞ്ഞതിന് ശേഷം വളരെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇതുപോലെ കനം കുറച്ച് നീളത്തിലിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇതുപോലെയെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന പരിപ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. പരിപ്പിന് വേണ്ടി മാത്രം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. ഒരു പകുതി വേകാകുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരുന്ന പടവലങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പരിപ്പിൻ്റെ മുകളിലേക്ക് പടവലങ്ങ ഒന്ന് നിരത്തി കൊടുക്കാം. പിന്നീട് പടവലങ്ങയ്ക്കും കൂടി ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയത്ത് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. പടവലങ്ങ ഒന്ന് ആവി കയറി വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. വീണ്ടും മൂടി വെച്ച് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി തോരൻ നല്ല പരുവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പരിപ്പും പടവലങ്ങയും അരപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചിക്കിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കടുവും കറിവേപ്പിലയും ചുവന്നുള്ളിയും വറ്റൽമുളകും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര ടേസ്റ്റുള്ളൊരു തോരനാണ്. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.